ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സിനിമയുടെ പേരാണ് സംഭവം അധ്യായം 1. ജിത്തു സതീഷ് മംഗലർ ഡയറക്റ്റ് ചെയ്ത, അസ്കർ അലി, സിദ്ധാർത്ഥ് ഭരതൻ, ഫഹാദ് സിദ്ദിഖ്, വിനീത് കുമാർ എന്നിവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു ത്രില്ലർ പടം, അല്ലെങ്കിൽ ഒരു ഹൊറർ സൈഫൈ അല്ല, ഒരു ഹൊറർ ടൈം ലൂപ്പ് ത്രില്ലർ പടം എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് സംഭവം അധ്യായമെന്ന്. എനിക്ക് കിളി പറന്നൊരു സിനിമയാണ് സത്യം പറഞ്ഞാൽ. കിളി പറക്കാൻ കാരണം ഞാനിതിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഷോർട്ട് ഫിലിം കണ്ടവർക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ ഈ ഭയങ്കര കിളി പറക്കൊന്നുമില്ല. കാരണം നമുക്ക് ഓൾറെഡി ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ കിളി പറന്നതാണ്. കാരണം അത് അന്നേരം ഈ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇങ്ങനെയാണ് ഈ സംഭവം, ഇതാണ് ഇതിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ഇതിനകത്തുണ്ടെന്നൊക്കെ ഉള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിനെ ഇവരെങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയായിരിക്കും ഇത് എൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ആദ്യത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കാണുമല്ലോ. ആ ക്യൂരിയോസിറ്റിയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു സെല്ലിംഗ് ഫാക്ടർ. 2, ഇതൊരു ക്ലിഫ് ഹാങ്ങറിലാണ് ആ ഷോർട്ട് ഫിലിമിൽ എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും ആ ക്ലിഫ് ഹാങ്ങർ, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള റീസൺ, അല്ലെങ്കിൽ എന്തായിരുന്നു അത് എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഷോർട്ട് ഫിലിം കണ്ടവരുമല്ലോ നമ്മൾ ഈ തിയേറ്ററിലോട്ട് വരും ഈ സിനിമ കാണാൻ. സോ അതൊക്കെ ആയിരിക്കണം ഈ സിനിമയുടെ എനിക്ക് തോന്നിയ ഒരു സെല്ലിംഗ് ഫാക്ടർ. പിന്നെ ദ ട്രസ്റ്റ് ഓൺ ദ ടെക്നീഷ്യൻസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ സിനിമ എനിക്ക് തന്നൊരു ഹാപ്പിനെസ്, ഐ എം വെരി ഹാപ്പി ദാറ്റ് people are coming to the theaters even though there are no big names, there are no like what we can say a mass commercial fight number or a song sequence or comedy elements involved in the movie. അങ്ങനെ ഒന്നും ഈ സിനിമയിലില്ല. പക്ഷേ എന്നാൽ പോലും ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് തിയേറ്ററിൽ കണ്ടത്. ഞാൻ കണ്ട തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിരുന്നു സിനിമ. ഞാൻ ചെന്നൈയിൽ വെച്ചാണ് കണ്ടത്. സോ ഇറ്റ് ഇൻവോൾവ്ഡ് മലയാളം ഓഡിയൻസ്, അറ്റ് ദ സെയിം ടൈം തമിഴ്നാട്ടിൽ നിന്നുള്ള ചെന്നൈ ഓഡിയൻസ് ഉണ്ടായിരുന്നു, ആന്ധ്ര എന്നുള്ള ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഹിന്ദി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് ഉണ്ടായിരുന്നു. സോ ഇത്രയും ഓഡിയൻസ് ദേ ആർ കമ്മിങ് ഇൻ ടു വാച്ച് എ മലയാളം മൂവി വിച്ച് ഡോണ്ട് ഹാവ് എനി ബിഗ് നെയിംസോ ഒരു ബിഗ് ബാനറോ ഒന്നുമില്ല. ഈ ബാനറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ബാനർ, അത് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇറ്റ്സ് ഹാപ്പനിങ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ദ മൂവി അടിപൊളി മൂവിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ ടൈം ലൂപ്പ് ത്രില്ലർ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. കാരണം ഈ സിനിമയുടെ ഡയറക്ഷൻ, പെർഫോമൻസ്, സ്കോറിംഗ് ആണെങ്കിലും, ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും, ഇതിൻ്റെ ബാക്കി പരിപാടിയാണെങ്കിലും, ഇതിൻ്റെ ഫ്രെയിമിംഗ് ആണെങ്കിലും, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എല്ലാം ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ്. നമ്മളൊരു നല്ലൊരു സിനിമ തിയേറ്ററിൽ ആ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഫാക്ടറുണ്ട്. അത് ഈ സിനിമയിലുണ്ട്. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. കിടിലം പടമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. എവ്രി മൂവി ഡിസേർവ്സ് എ തിയേറ്റർ വാച്ച്, ബട്ട് ദിസ് ഡിസേർവ്സ് ഇറ്റ്. സോ എനിക്ക് സിനിമ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ സിനിമയ്ക്ക് ഓക്കെ, ഇതുപോലത്തെ ഒരു സിനിമയാണെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പ്രിയ ഭവാനി ശങ്കറൊക്കെ അഭിനയിച്ച 2024 ഇറങ്ങിയ ഒരു ഹൊറർ പരിപാടി എന്ന് വിളിക്കാൻ പറ്റുന്ന, അല്ല അതിനകത്തെ ഹൊറർ എലമെൻ്റാണ് ഇതിനകത്തെ ഹൊറർ എലമെൻറ്റ്. സോ അത് അങ്ങനത്തെ ഒരു സിനിമയാണ് ഇതും. സോ അത് കാണാത്തവരാണെങ്കിൽ അതും ഒന്ന് കണ്ടിരിക്കുക. അത് നല്ലൊരു സിനിമയാണ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എനിക്ക് നല്ലോണം സിനിമ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തുള്ള വീഡിയോസ് നിങ്ങളുടെ അടുത്ത് ഇനിയും വരാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.